ഇന്ന് ഇവിടെ ജനകീയ വിചാരണ ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, അധികാരത്തിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന അനീതിയെയാണ്. നമ്മുടെ ഈ സാറിനെ ഇപ്പൊ എവിടെ വെച്ച് ജനകീയ വിചാരണ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പില്ല. ഇയാൾ ചെയ്തത് തെറ്റെന്താ? വിടറ തന്നെ. നിങ്ങളൊക്കെ ഞാൻ കാണിച്ചാലേ ഞാൻ ആരാണെന്ന് അറിയാം നിങ്ങക്ക്. വിടാനാ പറഞ്ഞേ. മേലേടത്ത് പഞ്ചായത്തിലെ താണിക്കര വില്ലേജിൽ കാവുമ്പായി ദേശത്ത് ശ്രീ വല്ലൂപ്പറമ്പിൽ കേണൻ മകൻ രാഘവന്റെ 178/2 2 ഏക്കർ 45 സെന്റ് കരഭൂമി ടിയാന്റെ അറിവോ സമ്മതമോ കൂടാതെ കള്ള രജിസ്ട്രേഷൻ നടത്തി ശ്രീ വട്ടോളി നാരായണൻ മകൻ ദിവാകര മേനോന് തീരാധാരം കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഇവിടെ വായിച്ച സർവേ നമ്പർ വസ്തുവിന്റെ അവകാശികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? സർവേ നമ്പർ 126/2 40 സെന്റ്. സർവേ നമ്പർ 140/1 1 ഏക്കർ. ഈ പറയണതൊക്കെ സത്യമാണോ സാറേ? ഇത്രയൊക്കെ ചെയ്തല്ലേ നമ്മുടെ ഈ സാറിന് നമ്മൾ എന്ത് ശിക്ഷ കൊടുക്കാം? ഈ കണ്ട പോകരിത്തരൊക്കെ ചെയ്തല്ലേ ഒരു കഴുത്ത് ഇങ്ങോട്ട് വെട്ടിയെടുത്താലോ? അത് വേണ്ട, ആദ്യമായിട്ടുള്ള വിചാരണല്ലേ. ഇയാൾ ഇത്രയ്ക്കും കള്ളനായിരുന്ന ഇയാൾക്കൊരു വടിയെടുത്ത് 100 അടി കൊടുത്താല് ഇയാള് കുറ്റം സമ്മതിച്ച് നൽകി. ചെയ്ത കുറ്റം വലുതാണെങ്കിലും മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കാം. എന്നാ 10 അടി കൊടുക്കാം നമുക്ക്. എന്നിട്ടും പഠിച്ചില്ലെങ്കിൽ വേണ്ടതുപോലെ ചെയ്യാം. അത് മതി. ഈ കഥ നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ആ രജിസ്റ്റർ ജനങ്ങളെ വഞ്ചിച്ചു. ജനങ്ങൾ ജനകീയ വിചാരണ നടത്തി അയാളെ ശിക്ഷിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്ക് അധികാരമില്ല. നിയമമുണ്ട്, കോടതിയുണ്ട്. ശരിയാണ്, ഇന്ന് ആ ശിക്ഷ വേണ്ട. പക്ഷെ അന്നത്തെ ജനങ്ങളുടെ ആ ധൈര്യമെങ്കിലും ഇന്ന് വേണ്ടേ? അന്നവർ തെറ്റിനെ ചോദ്യം ചെയ്തു. ഇന്ന് നമ്മൾ തെറ്റ് കാണുന്നു, വീഡിയോ എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. പക്ഷെ പ്രതികരണവും ഇല്ല, ചോദ്യം ചെയ്യലും ഇല്ല. അധികാര സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം, കെടുകാര്യസ്ഥം മാത്രമല്ല അവരുടെ അത്യാർത്ഥി മൂലം, ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്നത് മൂലം ഒരുപാട് വേദന അനുഭവിക്കുന്ന സംരംഭകരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഷോർട്ട് ഫിലിം ഒരാളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചല്ല, തെറ്റിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്.